മോർണിംഗ് ഡ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു വാക്യമുണ്ട്, ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലം ആര്? ദൈവം നമുക്ക് അനുകൂലമായി തീർന്നാൽ ഒരാൾക്കുപോലും നമുക്കെതിരെ പ്രതികൂലമായി നിൽക്കുവാൻ കഴിയത്തില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് യെശയ്യാപ്രവചനം 45-ാം അധ്യായത്തിൽ കാണുന്ന കോരേശ് എന്ന രാജാവുമായി ബന്ധപ്പെട്ട് ദൈവം പ്രവർത്തിക്കുന്നതായ ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. അതിനായി നമുക്ക് യെശയ്യാപ്രവചനം 45-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാം. യഹോവ തൻ്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഈ കോരേശ് രാജാവ് ഒരു ജാതീയ രാജാവാണ്. അദ്ദേഹം ഒരു ഇസ്രയേലിനല്ല, അദ്ദേഹം അന്യദൈവങ്ങളെ സേവിക്കുന്നവനായ ഒരു രാജാവായിരുന്നു. പക്ഷേ ദൈവം അവനെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുക്കുക മാത്രമല്ല, ദൈവം അവനെ അഭിഷേകം ചെയ്തു. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ദൈവം അയച്ചു. ഞാൻ വിശ്വസിക്കുന്നു ഈ കോരേശ് രാജാവ് ഇസ്രയേലിൻ്റെ ദൈവത്തെ പരിചയപ്പെടാനും അനുഭവിക്കുവാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ദൈവം അവനോടുകൂടെ നിൽക്കുവാൻ ഇടയായി തീർന്നു. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ദൈവത്തിന് ഒരു പ്രത്യേക രാജ്യത്തോടോ ഒരു പ്രത്യേക വംശത്തോടല്ല ദൈവത്തിന് താല്പര്യം. അങ്ങനെ നമുക്ക് വിശുദ്ധ ബൈബിളിൽ തോന്നാമെങ്കിലും വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, തൻ്റെ അടുക്കിലേക്ക് വരുന്ന ഏത് വ്യക്തിയോടും, അത് വംശമെന്നില്ല, ഭാഷയെന്നില്ല, രാജ്യമെന്നൊന്നുമില്ല, അവൻ അവരോടെല്ലാം ദയ കാണിക്കുന്നവനായ ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിന് പ്രത്യേക വംശമോ പ്രത്യേക ജാതിയോ അങ്ങനെയൊന്നും ദൈവത്തിനില്ല. ദൈവത്തിന് മുഖപക്ഷമില്ലല്ലോ. പലരും ഈ വിഷയത്തിൽ വാദിക്കാറുണ്ട്. പക്ഷേ വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു ദൈവത്തിന് മുഖപക്ഷമില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജാതീയ രാജാവായ ഈ കോരേശിനെ ദൈവം തൻ്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി അഭിഷേകം ചെയ്തു. അപ്പോൾ ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മൾ വായിച്ച അവസാന ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നല്ലോ, ഞാൻ നിൻ്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. ദൈവം നമ്മുടെ വലങ്കൈക്ക് പിടിച്ചാൽ ദൈവത്തിൻ്റെ ആ ഉദ്ദേശപ്രകാരം നമ്മളിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടാനിടയായിത്തീരും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, ദൈവം നിൻ്റെ വലങ്കരത്തിൽ പിടിക്കട്ടെ. പക്ഷേ അതിനായി എന്ത് ചെയ്യണം? നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പണമുള്ളവരായിത്തീരണം. ദൈവത്തിൻ്റെ പദ്ധതികളായിരിക്കണം നമ്മുടെ പദ്ധതികൾ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നാം പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ വലങ്കരത്തിന് പിടിക്കും. മാത്രമല്ല, ദൈവം വലങ്കരത്തിന് പിടിച്ചാൽ നീ പോകുന്ന വഴിയിലെല്ലാം തന്നെ വാതിലുകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കും. ഒരു വഴി പോലും നിനക്ക് അടഞ്ഞു പോവുകയില്ല. പക്ഷേ ജീവിതത്തിൽ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവം വലങ്കരത്തിന് പിടിക്കണം. ഈ കോരേശിൻ്റെ ജീവിതം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ എപ്രകാരമാണ് താൻ രാജ്യങ്ങൾ കീഴടക്കിയത്, എപ്രകാരമാണ് താൻ മുന്നേറിയതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതെ, ആ ദൈവത്തിൻ്റെ സാന്നിധ്യ നിമിത്തം അവൻ അനുഗ്രഹിക്കപ്പെടാനിടയായി തീർന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. യേശു പറയുന്നു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെട്ട, ദൈവത്തിന് നാമം വിളിക്കപ്പെട്ട ദൈവജനത്തിന് ദൈവത്തെ കൂടാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പത്രോസ് കൂടെയുള്ള ആളുകളെ വിളിച്ച് മീൻ പിടിക്കാൻ പോയി. അന്ന് രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. അതുതന്നെയാണ് യേശു പറഞ്ഞത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ ഞാൻ നിൻ്റെ വലങ്കരത്തിന് പിടിച്ചോ, നിൻ്റെ മുമ്പിൽ ദൈവം വഴികളും വാതിലുകളും തുറക്കാനിടയായിത്തീരും. അതെ, ഇന്ന് നമുക്കൊരു സമർപ്പണത്തിലേക്ക് വരാം. ദൈവം നമ്മുടെ വലങ്കരത്തിന് പിടിക്കുന്നതായ ഒരു അനുഭവം നിങ്ങൾ പ്രാപിച്ചാൽ, അത് നിലനിർത്തിയാൽ, അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ദൈവം ഞങ്ങളുടെ വലങ്കരത്തിന് പിടിക്കേണ്ട പ്രാധാന്യം ഞങ്ങൾക്ക് കേൾപ്പാനിടയായി തീർന്നല്ലോ. ദൈവമേ, ഞങ്ങൾ നിൻ്റെ അടുക്കിലേക്ക് അടുത്തു വന്നാൽ നീ ഞങ്ങളോടും അടുത്തു വരും. നീ ഞങ്ങളുടെ വലങ്കരത്തിന് പിടിക്കും. അങ്ങ് ഞങ്ങളുടെ വലങ്കരത്തിന് പിടിച്ച് ഞങ്ങളെ കൊണ്ടുപോയാൽ കർത്താവേ, ഞങ്ങളുടെ മുമ്പിൽ വഴികളും വാതിലുകളും തുറക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം ഞങ്ങൾക്ക് അനുകൂലമായാൽ പ്രതികൂലമാൽ ഇന്ന് ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ജീവിതത്തിൻ്റെ കഷ്ടതയുടെയും ഞെരുക്കങ്ങളുടെയും അനുഭവങ്ങളിൽ
പലപ്പോഴും പല വാതിലുകളും അടഞ്ഞുപോയ സ്ഥിതിക്ക് പ്രയാസപ്പെടുന്ന ആളുകൾ ഇന്ന് ഈ വചന നിമിത്തം അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം നിങ്ങളുടെ വലങ്കരം പിടിക്കട്ടെ. അതെ, അത്ഭുതത്തിൻ്റെ വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കും. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം ആശംസിക്കുന്നു. God bless you all. Thank you for watching Morning Dew. Kindly tune up for next day messages.